ഓളൊരുങ്ങ ഈ കേറിയിരിക്കും. അത് കുഴപ്പമില്ലമ്മ. അതെ, മൂപ്പരെങ്ങാനും ചോദിച്ചാല് ഓളെ ക്ലിനിക്കിന് സ്ഥലം നോക്കാൻ പോവാന്ന് പറയണ്ടട്ടാ. അനക്ക് പിള്ളവാദാന്നും അതിനുള്ള ആയുർവേദ ചികിത്സയ്ക്ക് ഓളെയും കുട്ടി പോവാന്നാ ഞാൻ പറഞ്ഞിരിക്കണേ. आदियाटा കാണുന്നേ. ദാ अम्मी ने बोला है कि अजनबियों से कुछ मत लेना. अजनबी. अजनबी अजनबी. പരിചയമില്ലാത്തവരെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കൂലെന്ന് അവള് പറഞ്ഞേ. നിക്ക് കുറച്ച് ഹിന്ദി അറിയാവുന്നോണ്ടാ ഷെറി ഇല്ലാത്ത സമയത്ത് ഇവിടെ എല്ലാരും പിടിച്ചിക്കണേ. ഹിന്ദിയാണല്ലേ? അടുപ്പുള്ളവരടുത്ത് മാത്രമേ ഉള്ളൂ മലയാളം പറയൂ. അവിടുത്തെ ശീല. ഓ, അപ്പോ അടുക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് ഹിന്ദി പറയണം. സർ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഷെറി. അപ്പൊ ഈ അഭിലാഷ് ആരാ? ഇവനാ സർ. താനെന്നേ SI കണ്ടേക്ക്. ആ, താൻ തന്നെ. സാറേ, കൊണ്ടുവല്ലോ നടക്കൂ. ഈ പാടൊക്കെ പെട്ടിട്ട് അവസാനം അവളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുമോ? ഞെട്ടണ്ടോ? അജേഷ് ഫ്രണ്ടാണ്, അവൻ പറഞ്ഞായിരുന്നു. ഞാൻ പേടിച്ചുപോയി. കൂടുതൽ പിടിപ്പിച്ചാൽ തന്റെ ഫ്യൂസ് പോകുന്നും പറഞ്ഞായിരുന്നു. എടോ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കിയോട്ടോ എന്നെ പേരില് ലൈഫിൽ ആദ്യത്തെ പോലീസ് കേസ് കിട്ടിയാളെ താൻ കണ്ടിട്ടുണ്ടോ? അതും സ്വന്തം അമ്മായിച്ചിനിന്ന്. അത് ഞാൻ തന്നെ ആടോ. അതുകൊണ്ട് എന്റെ കഥകളൊക്കെ കേട്ടപ്പോ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ വിളിപ്പിച്ച. ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് വരും. താങ്ക് യു സാർ. ഞാനാകെ പേടിച്ചു പോയി. പക്ഷെ SI ഭയങ്കര കമ്പനി. അജേഷ് വിളിച്ച് പറഞ്ഞിരുന്നേ ഓനൊരു സർപ്രൈസ് ഇട്ടതാ. ഈ എന്താ ആലോചിക്കുന്നത്? ശരിക്കും ഈ കേസിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്തുപറ്റി? ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. എനിക്ക് ഒരാളെ വിളിക്കാനുണ്ട്. ഞാനിപ്പോ വരാം. എടാ അജേഷേ,
എടാ അവൾ എന്നോട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്താ പറയണ്ടേ? ഓക്കെ. എന്തു പറ്റി? ഇത് തിരുമേനി തൂങ്ങിയ വീടല്ലേ? ആ പണ്ട് രാത്രി ഇവിടെ മണിയടിയൊക്കെ കേൾക്കുമെന്നും പറഞ്ഞ് ഈ വഴിയൊക്കെ പോകാൻ എന്ത് പേടിയായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ ഒരു പ്രാവശ്യം നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ മണിയടി കേട്ട് നമ്മൾ പേടിച്ചോടിയത്? പകുതിക്ക് ഞാൻ വീണ് എൻ്റെ മുട്ട് പൊട്ടിയതൊക്കെ. അന്ന് നീയാ തിരിച്ചു വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോയെ. ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ടല്ലേ? ഈ അന്ന് ഓടി വീടെത്തി കാണുമെന്ന് ഞാൻ വിചാരിച്ച. തിരിച്ചു വരാനുള്ള ധൈര്യം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. പോവാം. സത്യം പറയാലോ വാവക്ക, ഇവിടെ ഇരുന്ന് അടിക്ക് എനിക്ക് നല്ല ചടപ്പുണ്ടേനെ. പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. നിങ്ങൾ സീനാക്കണ്ട, മൂപ്പർക്കങ്ങനെ മോഡേൺ മൈൻഡാണ്. ഇന്ന് അഭിലാഷിന്റെ ദിവസമല്ലേ, നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യേ. ഭാവക, ഓളുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. അതെനിക്ക് ഇന്ന് ഉറപ്പായി. എനിക്കത് മതി. അതെങ്ങനെയാ ഇല്ലാണ്ടക്ക? ഓളെ ലൈഫിൽ ചെറിയ സ്ഥാനം എനിക്കുള്ളത്. പിന്നെ കുറച്ച് കാലായോണ്ട് കുറച്ച് മണ്ണും പൊടിയൊക്കെ മുകളിൽ വീണുണ്ടാവും. അതൊക്കെ നമുക്ക് പൊടിയിട്ട് എടുക്കാടോ. എടാ അബി, അത് വെള്ളല്ലോ, ബീറാണ്. അഭിലാഷ, അതെനിക്ക് പരിചയമല്ലാത്ത. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിന്ന് കുടിക്കണം. താങ്ക് യു. പേര് നൂറ. നൂറ. NWO അറിയല്ലേ? അതെ. കൊച്ചു ചിരിച്ചല്ലടാ, കൊച്ചു കള്ള. ഫോട്ടോ ഞാൻ കണ്ട്. ഇനിയിപ്പോ അധികകാലം കാത്തിരിക്കേണ്ടിയെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും ആത്മാർത്ഥ പ്രണയത്തിന്റെ കാര്യത്തില് അന്നെ തോൽപ്പിക്കാൻ എതിരാളിച്ചടോ.